അവിടെ നമ്മൾ ഐഡന്റിറ്റീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഐഡന്റിറ്റീസ് ഇത്രണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത് 3 ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്തെ ഒരെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ, ഒരെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സെറ്റ് ഏതായിരുന്നു? സിമ്പിൾ പരിപാടി. ഫസ്റ്റ് സെറ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? a+b² ചെയ്യാൻ പറഞ്ഞാൽ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക പ്ലസ് 2 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഇത് തന്നെ മൈനസ് ഇട്ട് ചോദിച്ചാലും a−b² ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? പഴയതുപോലെ തന്നെ ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, മൈനസ് ആയതുകൊണ്ട് ഇവിടെ മാത്രം മൈനസ്, ബാക്കി എല്ലാം അതുപോലെ തന്നെ പ്ലസ് ലാസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഐഡന്റിറ്റി ആയിട്ട് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഐഡന്റിറ്റി. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം, ശ്രദ്ധിച്ചോളണം, വളരെ സിമ്പിൾ. ഇതേ നോക്കൂ. അതായത് ഇവിടെ നമുക്ക് 2 ബ്രാക്കറ്റുകൾ തരും. ഇതേ ശ്രദ്ധിച്ചോ, നോക്കിക്കോ. a+b × c+d ഇങ്ങനെ തന്നാൽ എങ്ങനെ ചെയ്യും? ഈ ബ്രാക്കറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം എന്ന് പറയും. ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളാണ്. ആദ്യം a കൊണ്ട് c-നെയും ഗുണിക്കണം, a കൊണ്ട് d-നെയും ഗുണിക്കണം. ഇത്രേ ഉള്ളൂ. a കൊണ്ട് c-നെ ഗുണിക്കുമ്പോൾ ac, a കൊണ്ട് d-നെ ഗുണിക്കുമ്പോൾ ad. കേട്ടല്ലോ? പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് വരും. അല്ലെങ്കിൽ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. a കൊണ്ട് c-നെ ഗുണിച്ചപ്പോൾ ac എഴുതി, aയും പ്ലസ് സിയും പ്ലസ് പ്ലസ് എഴുതി. അടുത്തത് a കൊണ്ട് d-നെ ഗുണിച്ചപ്പോൾ ad എഴുതി, aയും പ്ലസ് ഡിയും പ്ലസ്, അപ്പൊ എന്തെഴുതി? ad പ്ലസ് എഴുതി. ഇനി എന്താണ്? b കൊണ്ട്, ആദ്യം a കൊണ്ട് ചെയ്തു, ഇനി b കൊണ്ട് ഇതിനെ രണ്ടിനെയും. b കൊണ്ട് c-നെ ഗുണിക്കുമ്പോൾ bc, ഇനി b കൊണ്ട് d-നെ ഗുണിക്കുമ്പോൾ bd. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇടുന്ന ഒന്ന് ശ്രദ്ധിച്ചോളണം. അതിനൊറ്റ കാര്യം ഓർത്താൽ മതി. ഇത് ഇവിടെ നോക്കടാ, പ്ലസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ എന്താ വരുന്നത്? നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പഠിച്ചതാണ്. പ്ലസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ എന്താ വരുന്നത്? പ്ലസ് തന്നെയാണ്. അതുപോലെ മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്താ വരുന്നത്? അതും പ്ലസ് തന്നെയാണ്. ഇത് രണ്ടും ആദ്യം ഒന്ന് ഓർത്തിരിക്കണം. പ്ലസും ആണെങ്കിൽ പ്ലസ്, മൈനസും ആണെങ്കിലും പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഇത്രേ ഉള്ളൂ. ഇനി ഒരു മൈനസും ഒരു പ്ലസും വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വന്നാലും മറിച്ച് വന്നാലും, പ്ലസ് ഇൻറ്റു മൈനസ് ആണെങ്കിലും മൈനസ് ഇൻറ്റു പ്ലസ് ആണെങ്കിലും ആൻസർ എന്താണ്? മൈനസ്. ഈ 2 കാര്യം മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കൊടുക്കേണ്ട രീതി മനസ്സിലായല്ലോ. ഇനി ആ മൈനസും പ്ലസും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചേക്കണം. ദേ നോക്കിക്കോ, ഞാൻ ഒരു ചോദ്യം ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ദേ നോക്കിക്കോടാ. 5 + x × 3 - y. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളണം. ഇവിടെ എക്സിന്റെ ചിഹ്നം എക്സിന്റെ പുറകിൽ കിടക്കുന്ന പ്ലസ് ആണ്. കേട്ടല്ലോ? എക്സിന്റെ ചിഹ്നമാണ് എക്സിന്റെ പുറകിൽ കിടക്കുന്ന ഈ പ്ലസ്. കേട്ടല്ലോ? ക്ലിയർ അല്ലേ? ഇനി 5ന്റെ ചിഹ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ന്റെ ഈ പ്ലസ് അല്ല, പകരം ഏതാണ്? 5ന്റെ പുറകിൽ എന്താണെന്ന് നോക്കണം. പുറകിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ എന്തുണ്ട്? പ്ലസ് ഉണ്ടെന്ന് ഓർത്തോളണം. കേട്ടല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് വൈയുടെ ചിഹ്നമാണ് ഈ മൈനസ്. വൈയുടെ ചിഹ്നം എന്താണ്? മൈനസ്. ഇനി 3യുടെ ചിഹ്നം ഈ മൈനസ് ആണോ? അല്ല. 3യുടെ പുറകിൽ നോക്കണം. പുറകിൽ ഒന്നുമില്ലെങ്കിൽ എന്തുണ്ട്? പ്ലസ് ഉണ്ട്. അത് ക്ലിയർ അല്ലേ മക്കളെ നിങ്ങൾക്ക്? അത് ക്ലിയർ അല്ലേ? സൈൻ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുവാണ്. ഇതേ ശ്രദ്ധിച്ചോളണം. വളരെ സിമ്പിൾ. ആദ്യം 5 കൊണ്ട് ഞാൻ ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 5 കൊണ്ട് 3നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 3 15. ആ 15ന്റെ ചിഹ്നം അതിന്റെ പുറകിൽ എഴുതി പോകണം. 5ന്റെ ചിഹ്നം പ്ലസ് ആണ്, 3ന്റെ ചിഹ്നവും പ്ലസ് ആണ്. പ്ലസ് ഇൻറ്റു പ്ലസ് ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? പ്ലസ് വരും. പ്ലസ് ആയതുകൊണ്ട് എഴുതണ്ട, അത് കാണിക്കാൻ വേണ്ടി മേളിലിട്ടെന്ന് മാത്രം. കേട്ടല്ലോ? അടുത്തത് 5 കൊണ്ട് വൈനെ ഗുണിക്കണം. 5ഉം വൈയും വേറെ വേറെ സാധനമായതുകൊണ്ട് 5ഉം വൈയും കൂടി ഗുണിച്ച് 5y എന്ന് എഴുതിയാൽ. 5ഉം വൈയും കൂടി ഗുണിച്ച് എന്തെഴുതി? 5y എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ സൈൻ കൊടുക്കണം. 5 പ്ലസ് അല്ലടാ, y മൈനസ് അല്ലേ? അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? മൈനസ് വന്നു. 5 പ്ലസ് y മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? മൈനസ് കിട്ടി. അതെഴുതി. കേട്ടല്ലോ? ഇനി അടുത്തത്, ഇപ്പോൾ ആദ്യത്തെ 5 കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എക്സ് കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് കൊണ്ട് 3നെ ഇൻറ്റു ചെയ്യുമ്പോൾ 3യും എക്സും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 3x എഴുതി. 3xന്റെ സൈൻ ചിഹ്നം പുറകിൽ എഴുതണം. ഇതേ നോക്കിയോ, എക്സിന്റെ ചിഹ്നം പ്ലസ് അല്ലേ? 3യുടെ ചിഹ്നം പുറകിലൊന്നുമില്ലെങ്കിൽ പ്ലസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പ്ലസ് കിട്ടി. അടുത്തത് നോക്കിയേ, എക്സ് കൊണ്ട് വൈനെ, എക്സും വൈയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? എക്സ് വൈ എന്ന് കിട്ടും.
കിട്ടിയല്ലോ, ക്ലിയർ അല്ലേ? ഇനി സൈൻ കൊടുക്കണം. എക്സിന്റെ ചിഹ്നം പ്ലസ്, വൈയുടെ ചിഹ്നം മൈനസ്, പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടി? മൈനസ്. ഇത്രേ ഉള്ളൂ, നമുക്ക് കൂട്ടാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? കുറച്ച് ആലോചിക്കണം, എന്നാലും വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കിയോ, അടുത്ത ഞാൻ പറഞ്ഞുതരാം. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലേ, വേണ്ട, എക്സ് പ്ലസ് 5. സിമ്പിൾ പരിപാടി ചെയ്തു തുടങ്ങാം. ഇതേ ഇനി ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു പോവുകയാണ്, ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല. എക്സ് കൊണ്ട് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുവാണ്. നോക്ക്, എക്സും എക്സും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ സൈൻ പറയണം. എക്സ് പ്ലസ് അല്ലടാ, ഈ എക്സും പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് എന്താണ്? പ്ലസ്. ഇപ്പോൾ ഒന്നും എഴുതണ്ടല്ലോ, വേണ്ട. ഇനി എന്താണ്? എക്സ് കൊണ്ട് 5നെ, 5ഉം എക്സും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 5x കിട്ടി. ഇനി ഇത് 5xന്റെ സൈൻ പുറകിൽ എഴുതണം, ഒന്ന് ആലോചിച്ചോളണം. എക്സിന്റെ സൈൻ എന്താണ്? പ്ലസ്. 5ന്റെ സൈൻ എന്താണ്? പ്ലസ്. പ്ലസും പ്ലസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്? പ്ലസ്. എഴുതി, കേട്ടല്ലോ. ഇനി -2 കൊണ്ട് രണ്ടിനെയും, -2 കൊണ്ട് എക്സിനെ ഇൻറ്റു ചെയ്യുമ്പോൾ, 2 കൊണ്ട് എക്സിനെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 2x കിട്ടും. 2x, കേട്ടല്ലോ. ഇനി എന്താണ്? രണ്ടിന്റെ ചിഹ്നം മൈനസ്, എക്സിന്റെ ചിഹ്നം പ്ലസ്, മൈനസും പ്ലസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടി? മൈനസ് കിട്ടി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് -2 കൊണ്ട് 5നെ ഇൻറ്റു ചെയ്യണം. 2 × 5 എത്രയാടാ? 10. സൈൻ കൊടുക്കണം. 2 മൈനസ് അല്ലേ, 5 പ്ലസ് അല്ലേ, മൈനസും പ്ലസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ്. ഇനി ഇതൊന്ന് നോക്കിയടാ, എക്സ് സ്ക്വയർ 5x മൈനസ് 2x. 5xൽ നിന്നും 2x പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര x ഉണ്ട്? 3x. മൈനസ് ബാക്കി ഇവിടെ എന്തുണ്ട്? 10. ഇത്ര ഉള്ളടാ, സിമ്പിൾ പരിപാടി അല്ലേ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ക്ലിയർ? അടുത്തത് ഒരെണ്ണം കൂടി ചെയ്തേക്കാം. ദേ നോക്ക്, y + 7 ഇൻറ്റു y + 3. ദേ സിമ്പിൾ പരിപാടി. നോക്കിയോ. ഞാൻ y കൊണ്ട് രണ്ടിനെയും ഇൻറ്റു ചെയ്യാണ്. y ഇൻറ്റു y ചെയ്യുമ്പോൾ എന്ത് കിട്ടിയടാ? y സ്ക്വയർ. വൈയുടെ സൈൻ പ്ലസ്, ഈ വൈയുടെ സൈൻ പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് ആകുമ്പോൾ പ്ലസ് ആയതുകൊണ്ട് എഴുതണ്ട, ഫസ്റ്റ് ആയതുകൊണ്ടാണ് എഴുതാത്തത്. അടുത്ത y കൊണ്ട് 3നെ ഇൻറ്റു ചെയ്യുക. 3 × y എന്താണ്? 3y. ഇനി എന്ത് ചെയ്യുക? വൈയുടെ സൈൻ എന്താടാ? പ്ലസ്. ഈ 3യുടെ സൈൻ എന്താടാ? പ്ലസ്. പ്ലസും പ്ലസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പ്ലസ് എഴുതി. ഇനി അടുത്ത 7 കൊണ്ട് രണ്ടിനെയും 7 × y ചെയ്യണം. 7 × y എന്താണ്? 7y. 7ന്റെ സൈൻ പ്ലസ്, വൈയുടെ സൈനും പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ് എന്താടാ? പ്ലസ്. അടുത്തത് 7 × 3 ചെയ്യണം. 7 × 3 എത്രയാടാ? 21. ഇത് 3ഉം പ്ലസ് 7ഉം പ്ലസ്, പ്ലസ് ഇൻറ്റു പ്ലസ്. അപ്പൊ ആൻസർ എത്ര കിട്ടിയടാ? y സ്ക്വയർ. 3yയും 7yയും 3yയും 7yയും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 10y പ്ലസ് അതുപോലെ തന്നെ ഇട്ടു പ്ലസ് 21. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? എങ്കിൽ ഇത് ഒരെണ്ണം ചെയ്ത് നോക്കിയേ. x + 5 ഇൻറ്റു x - 4. ഇതൊന്ന് ചെയ്ത് നോക്കി. നേരത്തെ പറഞ്ഞ പോലെ ആൻസർ ഞാൻ കമന്റ് ചെയ്യാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കണം നിർബന്ധമായിട്ട്. എളുപ്പമല്ലേ?